ഈ ഒരു 5 ബ്രെഡ് വെച്ചിട്ട് ഇനി ഇതിലും എളുപ്പത്തിലൊരു സാധനം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ആദ്യം ഈ ബ്രെഡിന്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞ് തലങ്ങും വിലങ്ങും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് കുതിർന്ന് വരൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വീതം റവയും അരിപ്പൊടിയും ഒരു സവാളയുടെ പകുതി ചെറുതായി എരിഞ്ഞതും പിന്നെ 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി എരിഞ്ഞതും ഇത്തിരി കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി എരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പ്. ഇതുപോലെ അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത രീതിയിൽ ഇരിക്കണം കേട്ടോ. ഇനി കൈ പയ്യെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് കുറച്ചെടുത്ത് ഒന്ന് ഉരുട്ടി ഉള്ളം കൈയിലേക്ക് വെച്ച വിരലുകൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഉഴുന്നുവടക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു വശം നിറം മാറുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള വട. അടിപൊളിയാട്ടോ.